നമസ്കാരം. ഗൾഫ് 80ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുബായ് ഭരണാധികാരിയെ കണ്ട് UAE രാഷ്ട്രപതി. UAE പൗരന്മാരുടെ ക്ഷേമം ചർച്ചാ വിഷയം. ആഗോള തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നുവെന്ന് ILO റിപ്പോർട്ട്. 191 ദശലക്ഷം പേർ തൊഴിലില്ലായ്മയെ നേരിടും. ആഗോള തൊഴിൽ വിടവ് 453 ദശലക്ഷം. ആശങ്കയോടെ അറബ് രാജ്യങ്ങൾ. പാം ജബൽ അലിയുടെ ഭാവി വികസന മാസ്റ്റർ പ്ലാൻ അനുമതി നൽകി ദുബായ്. പദ്ധതി നഗര സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്. ലോക കേരള സഭയുടെ പേരിൽ പണപ്പിരിവ്. VVIPകൾക്കൊപ്പം വേദി പങ്കിടാൻ പാസ് വിൽപ്പന. നോർക്കയ്ക്ക് ബന്ധമില്ലെന്ന് P. ശ്രീരാമകൃഷ്ണൻ. പ്രവാസികളെ തരം തിരിക്കുന്നുവെന്ന് VD സതീശൻ. കണ്ണൂർ ട്രെയിൻ തീവെപ്പിൽ ഒരാൾ കസ്റ്റഡിയിൽ. ഉത്തരേന്ത്യക്കാരനെ വിശദമായി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. അറസ്റ്റുടൻ രേഖപ്പെടുത്തും. NIA സംഘവും കണ്ണൂരിലേക്ക്. സോഷ്യൽ മീഡിയ ഇന്ന് പലരെയും സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ ശരിയായ രീതിയിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയ വില്ലൻ കൂടിയാണ്. ലോകത്തെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE. ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയ വില്ലനാണെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ പ്രവാസ ലോകത്തുണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ വർഗീയ അധിക്ഷേപ പോസ്റ്റുകളും കമന്റുകളും പങ്കുവച്ചതിലൂടെ ഒരുപാട് പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ജയിലിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പ്രവാസി ശബ്ദം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വാഹിദ് നാട്ടിക, സാമൂഹ്യ പ്രവർത്തകൻ, ഒപ്പം RJ ഫസ്ലു, ഹിറ്റ് FM. സ്വാഗതം രണ്ടുപേർക്കും. നമസ്കാരം. നമസ്കാരം. ശ്രീ വാഹിദ്, ഇവിടെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം സോഷ്യൽ മീഡിയ ആണ് മെയിൻ എന്നതിൽ കൂടി ആ പ്ലാറ്റ്ഫോമിലാണ് എല്ലാം നടക്കുന്നത്. എല്ലാവരും അവിടെയാണ് കൂടുതൽ സമയം ചെലവിടുന്നത് എന്നൊക്കെയുള്ള സ്ഥിതിക്ക് ഇത് എത്രത്തോളം ദുബായ് പോലൊരു സ്ഥലത്തിനെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവാസികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? അതിലൂടെ കൂടുതലായി നഷ്ടം സംഭവിക്കുന്ന ഒരു സമയത്തു കൂടിയാണോ കടന്നു പോകുന്നത്? കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും പലയിടത്തും നമുക്കത് വിളിച്ചു പറയാൻ പലതും പറ്റില്ലല്ലോ, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ആവുമ്പോൾ. അപ്പോൾ അത് എത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ്? അതായത് നമ്മൾ പണ്ട് കാലത്ത് വാവിട്ട വാക്ക് എന്ന് പറയുമായിരുന്നു. സത്യത്തിൽ ഇപ്പൊ വാവിട്ട പോസ്റ്റുകൾ എന്ന് പറയേണ്ടതിരിക്കുന്നു. കാരണം നമ്മളിപ്പോ ഒരാളായിട്ട് വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു നിമിഷങ്ങൾക്ക് ശേഷം നമ്മളൊരു ആ വികാരക്ഷോഭത്തിൽ നിന്ന് മാറിയിട്ട് അയാളോട് ക്ഷമാപണം ചെയ്താൽ ചിലപ്പോൾ അയാൾ ക്ഷമിച്ചേക്കാം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോ നമ്മുടെ വൈകാരിക എന്ത് കാരണത്താലും ആകാം, നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാവാം, നമ്മുടെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാവാം, അതല്ലെങ്കിൽ കുടുംബപരമായ കാരണങ്ങളാലാവാം, അല്ലെങ്കിൽ തൊഴിൽപരമായ കാരണങ്ങളാലാവാം. എന്തെല്ലാം പല കാരണങ്ങളുണ്ട് മനുഷ്യന്റെ വൈകാരികമായ അവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിൽ ഇത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരൊറ്റ സെക്കൻഡ് മതി അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ പറഞ്ഞ ആൾ ക്ഷമിച്ചാൽ പോലും നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല. കാരണം അത് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡോട് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും പിന്നീട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ക്ഷമാപണം നടത്തുകയോ എന്ത് ചെയ്താലും അത് അവിടെ നിൽക്കുകയും ചെയ്യും. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ വലിയ തരത്തിൽ വിലമതിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും അവഹേളിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റ് അത് എന്തെങ്കിലും കാരണത്താലാണെങ്കിൽ, ഇവൻ തൊഴിൽപരമായ കാരണത്താൽ, ഇവൻ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സേവനം മോശമായി എന്നിരിക്കട്ടെ, ആ സേവനം മോശമായി അതിന്റെ പേരിൽ നിങ്ങൾ ഒരു കമന്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും അത്
ഈ രാജ്യത്തിന്റെ നിയമത്തിന് ലംഘനമാണ്. അതിന്റെ പേരിൽ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുക മാത്രമല്ല വലിയ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. ഫസ്ലു, ഇവിടെ ഇപ്പം താങ്കളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. താങ്കളുടെ ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഉപയോഗിക്കണം, ഏത് തരത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കും. അപ്പം എന്താണ് ദുബായിലെ സോഷ്യൽ മീഡിയ പോളിസി? അത് ശരിയായി പാലിക്കുന്നുണ്ടോ പ്രവാസി മലയാളികൾ? ദുബായിലെ എന്നുള്ളതല്ല, ഇപ്പൊ UAE 7 എമിറേറ്റുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ പബ്ലിക് സ്പേസിൽ പെരുമാറുന്നത് അതേ ഡീസൻസിയും മാന്യതയും ഈ ഒരു സോഷ്യൽ സ്പേസിൽ കൂടി വേണം. പിന്നെ വാഹിദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ പബ്ലിക് സ്പേസിൽ ഞാൻ വാഹിദിനെ കാണുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും മോശമായിട്ട് അദ്ദേഹത്തോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ അത് അദ്ദേഹത്തിന് പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ തെളിവുകൾ ഉണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ നിഷേധിക്കാം, പിന്നീട് തെളിവ് ഹാജരാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. നേരെ മറിച്ച് ഞാൻ ഇദ്ദേഹത്തെ വാട്സാപ്പിലൂടെയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചത് കൊണ്ട് തന്നെ ആ ഇന്ത്യയിലുള്ള ആളുകൾ കൂടി ടിക്ടോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടി ഇവിടെ വിസിറ്റിൽ വരുന്ന ആളുകളുണ്ട്. കാരണം അക്കൗണ്ട് നിലനിർത്താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മെസ്സഞ്ചർ ആപ്പിലൂടെ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അത് എവിഡൻസ് ആയിട്ട് മാറും. ഇതിൽ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഷാർജയിൽ ഇതുപോലെ തന്നെ എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേയ്മെന്റ് കിട്ടാനുണ്ടായിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് അത് കുറെ തവണ ചോദിച്ചു, എന്തായി കഴിഞ്ഞാലും കിട്ടുന്നില്ല. ഒരു സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുപോയി. അത് കേട്ടത് വാട്സാപ്പിലൂടെയാണ് പറഞ്ഞിരുന്നത്. ആ വോയിസ് നോട്ട് ചെയ്ത് നേരെ തന്നെ ആ കേട്ടയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിന് കോർട്ടിലേക്ക് പോയിട്ട് ജഡ്ജ്മെന്റ് വന്ന സമയത്ത് ഇദ്ദേഹത്തിന് 1 ലക്ഷം രൂപ, അതായത് 5000 ദിർഹവും അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ വരുന്നു. പിന്നെ ആ ഡീപ്പോർട്ടേഷൻ മാറാൻ വേണ്ടിയിട്ട് കുറെ ലീഗൽ പ്രൊസീഡിംഗ്സ്. ഞാൻ ആലോചിക്കായിരുന്നു ഈ രീതിയാണ് കേരളത്തിലെങ്കിൽ എത്ര സമ്പാദിച്ചേനെ കേരള സർക്കാർ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞത് അത് വളരെ ചെറുതാണ്. 5000 ദിർഹം അദ്ദേഹത്തിന് ഏറ്റവും ലീനിയന്റ് ആയിട്ടുള്ളതാണ്. അതായത് 5 മില്യൺ വരെ, 5 മില്യൺ ദിർഹം വരെയാണ് ഈ സൈബർ ലോ പ്രകാരം ആ ജഡ്ജിന് തോന്നുന്ന സാഹചര്യത്തിൽ 5000 ദിർഹം തൊട്ട് 5 മില്യൺ വരെ പോകാം. ജഡ്ജിന് തോന്നുകയാണ്. ഉദാഹരണത്തിന് എനിക്ക് എന്റെ ഭാര്യ എന്നോട് ഒരു ചീത്തയായിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ ഫോണ് ഭാര്യയുടെ സമ്മതമില്ലാതെ ചെക്ക് ചെയ്യുന്നത് പോലും ഇവിടുത്തെ സൈബർ ലോ പ്രകാരം കുറ്റകരമായതുകൊണ്ട് ഇവിടെ ഏറ്റവും കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള കേസസിലാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. ശ്രീ വാഹിദ്, ഇവിടെ താങ്കൾക്ക് ഇപ്പോൾ ഒരു ആൾ ജോലി പോയ പല ആളുകളുണ്ട്. താങ്കൾ ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ പരിചയമുണ്ടാവും. അവിടെ ജയിലിലായ ആളുകൾ, അത് സങ്കടകരമാണ്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിലോ വികാരത്തിന്റെ പുറത്തോ ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പുറത്തോ ഒക്കെ ചെയ്തു പോകുന്നതായിരിക്കും. പക്ഷെ ജയിലിലാപ്പെടുക എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ്. എന്നാൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുടെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ താങ്കൾക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേർ, നമ്മുടെ അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇത് UAE-ലല്ല ഖത്തറിലേക്ക് വരാൻ കഴിയാതെ പോവുകയും പിന്നെ അയാൾ ഇപ്പൊ നാട്ടിലാവുകയും ചെയ്തു. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒരുപാട് പേര് അതുപോലുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ ഒരു നിയമപ്രശ്നം മാത്രമല്ല. നിങ്ങളുടെ പ്രൊഫൈൽ, ഇപ്പൊ നിങ്ങളൊരു തൊഴിലന്വേഷകനാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കൂടി അവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ HR ഡിപ്പാർട്ട്മെന്റുകൾ, ഇവിടെയുള്ള HR ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ പ്രൊഫൈൽ ഒക്കെ ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്യും. എന്നിട്ട് അയാൾ ഈ സ്ഥാപനത്തിന് വല്ല തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പരിശോധന കൂടി HR തൊഴിലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്ഥിരം കാണുന്നതാണ് ഈ കോൾ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള അനുമതിയില്ല. അപ്പൊ നിങ്ങൾ എന്റെ ഈ റെക്കോർഡ് ചെയ്യുന്നത് എന്റെ അനുമതിയോട് കൂടി മാത്രം സമ്മതം ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ TV-യിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് എന്റെ അനുമതിയിലൂടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ബാങ്കിലോ മറ്റേതെങ്കിലോ തരത്തിലുള്ള അത്തരത്തിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി നമ്മൾ അറിയിക്കും ഇത് റെക്കോർഡഡ് ആണ് എന്നുള്ളത്. അത്രയും സൂക്ഷ്മതയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ കോളുകൾ റെക്കോർഡ് ചെയ്യുകയും അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മളെ നയിക്കേണ്ടവർ, വഴികാട്ടിയാക്കേണ്ടവർ, നമ്മൾ എന്താ പറയാ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഈ റെക്കോർഡിങ്ങിലാണ് പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനപ്രതിനിധികളുടെ കാര്യം മാത്രമല്ല, മാധ്യമ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, സാധാരണ മനുഷ്യൻ,
ഇങ്ങനെയുള്ള എല്ലാവരും ഇക്കാര്യത്തിൽ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ എന്നല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളും, ഗതാഗതമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് നിയമപരമായിട്ട്. അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോൾ നിയമം ഉണ്ടാവാം, ഇതൊക്കെ തന്നെ നിയമം ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് റെക്കോർഡ് ചെയ്യലിനൊന്നും അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യലൊക്കെ നിയമപ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അങ്ങനെ അനുവദിക്കപ്പെടുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു വലിയ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. എന്തായാലും ഈ രാജ്യത്ത് ഇത് വളരെ ശിക്ഷാർഹമായ കാര്യമാണ്. നിങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെയുള്ള. ഞാൻ പറയാം, നമ്മുടെ ഒരു പൊതുസ്ഥാപനത്തിൽ ഒരു അഴിമതി നടന്നു എന്നുള്ള ഒരു ആരോപണം വരികയും ആ ആരോപണത്തിന് അർഹമായ രൂപത്തിലുള്ള ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി അയാളുമായിട്ടുള്ള സംസാരം വേറൊരാൾ റെക്കോർഡ് ചെയ്തിട്ട് അത് സത്യത്തിൽ ഈ ചെയ്ത ആളിത് അഴിമതി നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ തെളിയിക്കാൻ വേണ്ടി അയാൾ നിയമപ്രകാരമായി പോയപ്പോ ആദ്യം ശിക്ഷിക്കപ്പെട്ടത് ഇയാളാണ്. കാരണം അയാൾ ചെയ്ത് ചിലപ്പോ ശരിയായ നല്ലൊരു കാര്യമാണ്, പക്ഷെ അതിന് ഇതല്ല വഴി. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, വാഹിദ് പറഞ്ഞല്ലോ ഫസലു, അതായത് കമ്പനികളൊക്കെ ഈ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ നിരീക്ഷിക്കുകയും ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു രാജ്യത്തെ എത്രത്തോളം നല്ലതാക്കുന്നുണ്ട്, അവിടെയുള്ള പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നിങ്ങളെപ്പോലെ ഒരുപാട് വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളെ എത്രത്തോളം നല്ലതാക്കുന്നുണ്ട്? അല്ല, ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരിക്കലും ഇവിടെ വണ്ടി ഓടിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ ഒരു 10-20 വർഷമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇപ്പൊ നാട്ടിലെത്തിയാൽ പോലും ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് മുന്നിൽ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിലും ഞാൻ ഒരിക്കലും ഹോൺ അടിക്കില്ല. കാരണം ഹോൺ അടിക്കുന്നത് അത് റോഡ് മര്യാദയ്ക്ക് പറ്റിയതല്ല എന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തിരക്കടിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ലെയിൻ ചേഞ്ച് ചെയ്തു. അപ്പൊ നാട്ടിൽ വരുമ്പോ ഭ്രാന്താവുന്നുണ്ടാവുമല്ലോ റോഡിൽ ഇറങ്ങുമ്പോ? ഇല്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തരത്തിലുള്ള ഒരു സഹതാപമോ അതല്ലെങ്കിൽ ഇവർക്ക് ഒന്നുകൂടി നന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ കൂടെ നിൽക്കുന്നവരോട് സംസാരിക്കാതെന്നല്ലാതെ നാളെ മാത്രമല്ല, നമുക്ക് എപ്പോഴും പ്രത്യാശയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കുറെ ഇന്ത്യയിൽ കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, അത് എന്നതുപോലെ ഇതും നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. കാരണം കുറെ പേരൊക്കെ പുറത്തു പോയിട്ട് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച റോഡിലേക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഒന്ന് തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മോളൊന്ന് സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോയ സമയത്ത് അപ്പൊ തന്നെ എന്റെ ഫോണിലേക്ക് AI ക്യാമറ നമുക്കിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ നിന്ന് മെസ്സേജ് വരികയാണ്, ലെയിൻ ചേഞ്ച് മര്യാദയ്ക്ക് ഡിസിപ്ലിൻ അല്ലാത്തതുകൊണ്ട് 400 ദിർഹം, അതായത് 8,000 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് പോയി. അതുകൊണ്ട് ഞാൻ പിന്നീട് കഴിഞ്ഞ മാസം, അതുകൊണ്ട് ഈ ഒരു മാസമായിട്ട് ഞാൻ അറിയാതെ പോലും എന്റെ ലെയിൻ ചേഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ ഹോൺ അടിക്കാതെ. എന്നതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കുന്ന സമയത്തും പൊതുസ്ഥലത്തും ഒരിക്കൽ പോലും മോശമായിട്ട് അറിയാതെ ഒരു നടുവിരല് ഒരു വ്യക്തിക്ക് നേരെ ഉയർത്തിക്കാട്ടി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇവിടുന്ന് ആളുകളെ, അതായത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിഗ്നലിൽ ഒരാൾ സൈഡ് കൊടുത്തില്ല, ആ സമയത്ത് പിടിച്ചിട്ട് ഹോൺ അടിച്ചിട്ട് നടുവിരൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ഞാൻ കാണിക്കുന്നില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഡിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് ഇതൊരു തരം ഒരു കുടിച്ചു പിടിച്ച ചിന്താഗതിയാണ്. ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തില്ല എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മളുടെ രാഷ്ട്രീയമാണെങ്കിലും മതവിശ്വാസമാണെങ്കിലും ചിന്താഗതികളാണെങ്കിലും അതെല്ലാം തന്നെ തുറന്നു പറയാം. പക്ഷേ മാന്യതയുടെ അതിർവരമ്പുണ്ട്. അസഭ്യം പറയുന്നത് വായത് പറഞ്ഞിട്ട് ഞാൻ അതിന് കൂട്ടിച്ചേർക്കുക. ഇതുപോലെ കാനഡയിലേക്ക് പോകാൻ വേണ്ടി ഒരു ട്രാവൽ ഏജൻസിയിൽ പൈസ കൊടുത്തു, 1.5 വർഷം കയറി ഇറങ്ങിയിട്ടും സർവീസ് കിട്ടാത്തതിന്റെ പേരിൽ ഗൂഗിൾ റിവ്യൂവിൽ പോയിട്ട് ഇവരെല്ലാം നടത്തുന്നത് തട്ടിപ്പുകാരാണ്, ഇനി ആരും ഇവിടെ പണം കൊടുക്കരുതെന്ന് പുള്ളിയുടെ അനുഭവമാണ് എഴുതിയത്. ഉടനെ തന്നെ കമ്പനിക്കാർ കംപ്ലൈന്റ് കൊടുത്തു, ഇദ്ദേഹത്തിനെ പോലീസ് പിടിച്ചു, ഇദ്ദേഹത്തിന് ഇപ്പോൾ ജയിലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, പുള്ളി എല്ലാ തെളിവുകളും കാണിച്ചു കൊടുത്തു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പോലീസിൽ, അത് കഴിഞ്ഞ് കോർട്ടിൽ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാമായിരുന്നു. നിങ്ങൾ ഈ നിയമത്തിന് വഴിയൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് എനിക്ക് സർവീസ് കിട്ടിയിട്ടില്ല ഇനി ശ്രദ്ധിച്ചോളൂ എന്ന് പറയായിരുന്നു. ഇവർ തട്ടിപ്പുകാരാണെന്നുള്ള അബ്യൂസ് ചെയ്യുന്ന വാക്ക് അല്ലെങ്കിൽ അസഭ്യമായിട്ടുള്ള വാക്ക് ഉപയോഗിക്കരുതെന്നുള്ളൂ. എനിക്കിപ്പോ പിണറായി വിജയനോട് താല്പര്യക്കേടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടികളോട് പോളിസികളോട് എനിക്ക് യോജിപ്പില്ല, മോദിയുടെ സമീപനങ്ങളോട് എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമീപനങ്ങളോട് രാഹുൽ ഗാന്ധിയുടെ സമീപനോട് യോജിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതെല്ലാം പരാമർശിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി കള്ളനാണ്, അതല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതിനേക്കാൾ അപകടമായിട്ടുള്ളത് മതപരമായിട്ടുള്ള ഒരു ലൈനിലേക്കാണെങ്കിൽ ആ യാതൊരു തരത്തിലും ഇവിടെ മിനിസ്ട്രി ഓഫ് ടോളറൻസ് എന്നുള്ള ഒരു വകുപ്പ് വരെ രൂപീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വാക്കെങ്കിലും മോശമായി ഏത് മതത്തിൽ, ഞാൻ ഇസ്ലാമിലോ ക്രിസ്ത്യാനിറ്റിയിലോ മുസ്ലിമിലോ മതമില്ലാത്തവരാവട്ടെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു വാക്കിനെങ്കിലും അറിയാതെ കളിയാക്കി കഴിഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ അല്ലാത്ത ഒരു വിഭാഗം പ്രവാസികൾ ഉണ്ടാവുമല്ലോ. കാരണം ഇതൊന്നും അധികം ശ്രദ്ധിക്കാതെ നാട്ടിൽ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കാൻ, അതിനിടയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് പോളിസീസ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കോൾ വരുന്നത് ഈ വാഹിദിനെ പോലെയൊക്കെ സാമൂഹ്യ പ്രവർത്തകരിലേക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരിലേക്ക്. കാരണം ഇവർക്ക് രണ്ടുപേരുള്ളേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു സ്ഥലം പെട്ടെന്ന് ഓടി ചെല്ലാനുണ്ടാവില്ല. പിന്നീട് നമുക്ക് പരമാവധി കഴിയാവുന്നിടത്തോളം നിയമസഹായങ്ങളാണെന്നെങ്കിലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് പലപ്പോഴും നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കുറവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ ദിനത്തിൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എമറാത്തി എന്ന് പറയും, ഇവിടുത്തെ അറബി ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റൊരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരു ബാലനെ ഒരു പള്ളിയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. മനസ്സിലാക്കണം, അടുത്ത പെരുന്നാൾ ആകുന്നതിന് മുമ്പായിട്ട് ആ ഇവിടുത്തെ വിദേശിയായിട്ടുള്ള ഒരു ബാലനെയാണ് കൊലപ്പെടുത്തിയതിൽ പോലും അടുത്ത പെരുന്നാൾ ആകുന്നതിന് മുമ്പ് ഈ കൊലയാളിയായിട്ടുള്ള വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ആ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ മരിച്ച ബാലന്റെ രക്ഷിതാക്കളെ മുഴുവൻ അവിടെ വരുത്തി ജഡ്ജ് കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ജയിലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇത് കാണണം, നിയമമുണ്ട്, ആ നിയമം നടപ്പാക്കുന്നത് നിങ്ങൾ കാണണം. അത് സ്വദേശിയാണെന്നുള്ളൊരു പേരിൽ ഇളവ് കൊടുക്കുന്നതല്ല, വിദേശിയാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനോട് എന്തെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടാവില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പൊ അത് ഇവിടെ വരുന്നതിൽ പരമാവധി ആളുകളും തന്നെ ആ വരുന്ന ഒരു 2-3 മാസം ആകുമ്പോഴേക്കും ആരും ഒറ്റയ്ക്ക് താമസിക്കില്ലല്ലോ. ബാച്ചിലർ റൂമിലാണെന്നുണ്ടെങ്കിലും ഫാമിലി റൂമിലാണെങ്കിലും സോഷ്യൽ സ്പേസിലാണെങ്കിലും പിന്നെ റേഡിയോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇവിടെ എല്ലാം തന്നെ ഉള്ളത് കൊണ്ട് പരമാവധി ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും തുടർച്ചയായിക്കൊണ്ട് ഈ ആളുകൾ ചില സമയത്ത് ഇവിടുത്തെ ഈ വർക്ക് പ്രഷർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ നാട്ടിലേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഞങ്ങളാണ്. കാരണം അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ഞാനത് വാഹിദിനോടാണ് ചോദിക്കാൻ വന്നത്. ഒരുപാട് പോരാളികളുള്ള സ്ഥലവും കൂടിയാണ് UAE. പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് പോരാളികൾ, ഞാനത് കോട്ട് ചെയ്ത് തന്നെ പറയാണ്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് നമുക്കറിയാം ഒരു സമയം കഴിയുമ്പോഴത്തേനും ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ആദ്യം ഇവർ തിരഞ്ഞെടുക്കുന്നത് UAE-യിലെ ഏതെങ്കിലും ഒരു എമിറേറ്റ് ആയിരിക്കും. അപ്പം അവിടേക്ക് എത്തിയിട്ടും നമുക്ക് ഈ വിറയിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. നാട്ടിൽ അത്രയും പ്രവർത്തിച്ച ആൾക്കാരാകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതിപ്പം ഏത് പാർട്ടിയിലുള്ള ആൾക്കാരായാലും ഇരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അറിയായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും ഞാനും അങ്ങനെയുള്ള ഒരാളല്ലേ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അറിയാം. പഠിക്കുന്ന കാലത്ത് സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇരുന്ന ഞാൻ മാത്രമല്ല, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര്, എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവിടെ അതാണ് പറഞ്ഞത്, അത് നേരത്തെ ഫസലു പറഞ്ഞത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷേ നമ്മുടെ പ്രവാസികളിലെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, എയർപോർട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കൾച്ചറായി മാറുന്ന ഒരു സ്വഭാവത്തിലേക്കും ചിലപ്പോൾ മാറിപ്പോവാറുണ്ട്. അതായത് അവിടെ ചെന്നാൽ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതേ ആളുകൾ ആവും എന്നുള്ളതാണ്. കാരണം ഞാൻ ഇപ്പൊ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന ഉണ്ട്. അത് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഘടനയാണ്. കാരണം അത് എല്ലാ നിലയിലും വലിയ സ്കൂൾ നടത്തുക ഒക്കെ ചെയ്യുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും ഉണ്ട്. ഞങ്ങളൊക്കെ വളരെ അതിശക്തമായ രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് TV ചർച്ചകളിൽ, റേഡിയോ ചർച്ചകളിലൊക്കെ എതിരഭിപ്രായം പറയുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ പൊതുവിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ നാട്ടിൽ കാണുന്ന തെരഞ്ഞെടുപ്പ് മുന്നണി രീതിയൊന്നല്ല ഇവിടെ ഉണ്ടാവുക. ഇപ്പൊ കോൺഗ്രസും CPM-ഉം CPI-യും എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുള്ള മുന്നണിയൊക്കെ ഉണ്ടാവുക. അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ ഫസലു പറഞ്ഞ ഈ ടോളറൻസ് അതൊരു കൾച്ചറായി മാറി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവന്റെ സംസാരത്തെ, നിങ്ങളുടെ അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവന്റെ അഭിപ്രായത്തെ കേൾക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോജിക്കുന്നതിൽ യോജിക്കുകയും യോജിക്കുന്നതിൽ വിയോജിക്കുകയും ചെയ്യാം. അത് ജനാധിപത്യപരമായിരിക്കണം. അയാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. ഇതാണ് ഇവിടുത്തെ മാനദണ്ഡം. അതാണ് പറയുന്നത്. നമ്മളിപ്പോ ഈ പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വലിയ ആ ജനാധിപത്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ലൂസിങ് ദ ഹാപ്പിനെസ്. നിങ്ങൾ നഷ്ടപ്പെടുന്ന സന്തോഷത്തെയാണ്. കാരണം നിങ്ങൾ ഇത്തരം ഒരു അപകടം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അവഹേളിക്കപ്പെടുന്ന മനുഷ്യർ എത്ര പേരാണ് അവരുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് ഉള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ സർക്കാർ കേന്ദ്രങ്ങളിലെ ഹാപ്പിനെസ് സെന്ററുകൾ എന്നാണ് പറയാ. നമ്മുടെ നാട്ടില് സർക്കാർ ഓഫീസ് എന്ന് പറയുന്നതിന് ഇവിടെ ഹാപ്പിനെസ് സെന്ററുകളാണ്. അതായത് മനുഷ്യന്റെ സന്തോഷമാണ്
ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ സന്തോഷമായി ജീവിക്കുക എന്നുള്ള വളരെ പരിഷ്കൃതമായ സമൂഹത്തിന്റെ ഒരു അടയാളമാണ് അവിടെ ജീവിക്കുന്നതിലുള്ള താങ്കളുടെ സംതൃപ്തി വാക്കുകളിൽ നിന്ന് നന്നായിട്ട് തീർച്ചയായിട്ടും 26 വർഷം ഞാൻ ഈ രാജ്യത്ത്, അതുകൊണ്ട് തന്നെ വളരെ സംതൃപ്തിയായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നാട്ടിൽ നിന്ന് വരാൻ പോകുന്ന ഇനി വരുന്ന പുതിയ തലമുറയോടും പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ഇനി അല്ലെങ്കിൽ നാട്ടിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ ലോക പരിചയങ്ങളൊക്കെ കൊണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നിങ്ങൾ മറ്റുള്ളവനെ കുറിച്ച് കരുതണം, ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു. ഫസ്റ്റില് ഇവിടെ ചില പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടുള്ളതാണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ ദുബായിൽ എങ്ങനെയാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ടു, ഒരു 2 പാർട്ട്നേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നമുണ്ടാക്കുന്നു, എയർപോർട്ടിൽ വെച്ചോ എവിടെയോ ആണ്, ആ പാർട്ട്ണറിന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഭയങ്കര വൈറലായിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാനത് കൃത്യമായിട്ട് എവിടെയാണ് അത് സംഭവിച്ചതെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് അവിടെ നടപടി ഉണ്ടാവുക? അത്തരം വിഷയങ്ങളിൽ എന്താണ് ഫസ്ലുണ്ട്, എന്തിനാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ അത്രയും ഓപ്പൺ ആവേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഞാനിപ്പോ അത് 2 വ്യക്തികളുടെ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാതെ തന്നെ ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഒരു ഗൗരവം ഞാനും അതാ ഉദ്ദേശിച്ചത്, അവരുടെ കാര്യമല്ല, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. മനസ്സിലായി. ഞാൻ ആ വിഷയത്തിലേക്ക് വരാതെ തന്നെ ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരാം. 5 ബാച്ചിലേഴ്സ് ഒന്നിച്ച് അബുദാബിയിൽ താമസിക്കുന്ന സമയത്ത് ഒരാൾ ടോയ്ലറ്റിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ബാച്ചിലേഴ്സിന്റെ റൂം അറിയാലോ, അപ്പൊ പുള്ളി ഉള്ളിലേക്ക് പോയിട്ട് കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അവരിൽ തന്നെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് 5 പേര് താമസിക്കുന്നതിന്റെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്തു തമാശയ്ക്ക്. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ആ വീഡിയോ എടുത്തിട്ട് ഇവരുടെ തന്നെ മറ്റൊരു ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇട്ടു. അത് വൈറലായിട്ട് കറങ്ങി നടക്കുന്നു. ഒന്നുമില്ല, കുളിക്കാൻ വേണ്ടി പുറത്തെടുത്ത് ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട സമയത്ത് ഈ പയ്യന്റെ, അതായത് ഡ്രസ്സ് ഇടാതെ പുള്ളി ഒരു അണ്ടർ ഗാർമെന്റ് മാത്രം എടുത്തിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഈ പയ്യന്റെ ഗേൾഫ്രണ്ട് ഇത് കണ്ട് അവനെ കളിയാക്കിയ സമയത്ത് എന്ത് ചെയ്തു, ഇവർ വിഷമം തോന്നിയിട്ട് ഇത് ആര് ലീക്ക് ചെയ്തു എന്ന് ചോദിച്ചപ്പം ആരും ഒന്നും പറഞ്ഞു, കാരണം ആർക്കും അറിയത്തില്ല. അങ്ങനെ ഈ പയ്യൻ നേരെ പോലീസിൽ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നു, ഇങ്ങനെ സംഭവിച്ചു. അതായത് തമാശയായിട്ട് ചെയ്തൊരു സാധനം ആള് ഹേർട്ടായപ്പോഴത്തേനും ആ സമയത്ത് ഒന്നും ഇല്ലാതെ വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ എന്താ വെച്ചാൽ ഫോണിൽ ദുബായ് പോലീസിന്റെ ആണെങ്കിലും ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ ഒക്കെ ആപ്പ് ഉള്ളത് ജസ്റ്റ് അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ആ കംപ്ലൈന്റ് ചെയ്ത ആളത് മറന്നു. ഈ വീഡിയോ ലീക്ക് ചെയ്ത ആള് പോലീസ് അത് അന്വേഷിച്ച് വീഡിയോ ലീക്ക് ചെയ്ത ആളെ കണ്ടെത്തിയിട്ട് അയാൾ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചു. എന്തിന് പിടിച്ചു എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയില്ല. അതിനുശേഷം ആ റൂമിലുണ്ടായിരുന്ന ബാക്കി 4 പേരെയും പിടിച്ചു പൊക്കി. പിന്നീട് ഇവർ ഏതാണ്ട് ഒരു മാസത്തോളം അകത്ത് കിടന്ന് അതിൻ്റെതായിട്ടുള്ള ഫൈൻ അടച്ചു. അപ്പോഴേക്കും ഇവർ തമ്മിൽ ബന്ധം തെറ്റി. ഈ പരാതിക്കാരൻ പരാതി പിൻവലിക്കാനോ മാപ്പ് കൊടുക്കാനോ തയ്യാറായില്ല. അങ്ങനെ ഇവരുടെ കുടുംബ പ്രശ്നത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതെന്ന് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കും. നിങ്ങൾ ഈ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിലും ഒരു പരാതിക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ തെളിവാണ്. ഇനി അവർ ആഗ്രഹിച്ചാൽ പോലും, നേരത്തെ വായത് സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇപ്പൊ വളരെ മാന്യമായിക്കൊണ്ട് സംസാരിക്കുന്നത് പോലും എന്റെയോ വായതിന്റെയോ സമ്മതമില്ലാതെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് പോകണ്ടേ എന്നുള്ളതൊക്കെ എന്റെ വ്യക്തിപരമായ താല്പര്യം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വഴികൾ തേടാം. പിന്നെ ഇപ്പൊ ബസ്സിലൊക്കെ വളരെ മിസ്ബിഹേവ് ചെയ്യുന്ന കുറെ കേസസ് ഇപ്പൊ നമ്മൾ കണ്ടതുകൊണ്ട് പറയാണ്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരാൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് അയാൾ സൗദിയിലേക്ക് പോകുന്നു. ഇത് ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ആണ്. ദുബായിൽ ഇറങ്ങിയിട്ട് സൗദിയിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് ഇദ്ദേഹം ആ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് വളരെ കുറച്ച്, നമ്മളിപ്പോ ഇപ്പൊ കണ്ടിട്ടുള്ള വീഡിയോസിലൊന്നും കണ്ടതുപോലെ അതിലൊന്നും ഇല്ല, വളരെ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറുന്ന പോലെ ആ പെൺകുട്ടിക്ക് തോന്നി. ആ പെൺകുട്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ നേരെ തന്നെ ദുബായ് പോലീസിനെ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് നേരെ എയർപോർട്ടിലേക്ക്, ഈ പാസഞ്ചർ ദുബായിൽ ഇറങ്ങുന്നില്ല എന്ന് കൂടി ഓർക്കണം. ദുബായിൽ ട്രാൻസിറ്റ് ആയിട്ട് എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റിലേക്ക് സൗദിക്ക് പോകേണ്ട വ്യക്തിയാണ്. സൗദിയിൽ വളരെ വലിയൊരു കമ്പനിയിൽ മാനേജർ ആയിട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇവിടുന്ന് ഓർക്കണം. വളരെ വലിയ കമ്പനിയിൽ, പേരൊന്നും പറയണ്ട. എന്നിട്ട് എന്ത് ചെയ്തു, ഉടനെ തന്നെ പോലീസ് ഈ കംപ്ലൈന്റ് പോലീസ് എയർപോർട്ടിലേക്ക് കൊടുക്കുന്നു. എയർപോർട്ടിൽ നിന്ന് ഇദ്ദേഹത്തിനെ പൊക്കുന്നു. ഇദ്ദേഹത്തിന് കാര്യം പിടിയിട്ടിട്ടില്ല എന്താണെന്നുള്ളത്. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വിളിച്ചു. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് പരാതിപ്പെട്ടു. പിന്നീട് ആ ബന്ധുക്കളുടെ കരച്ചിൽ നാട്ടിൽ നിന്ന് കേട്ടിട്ട് പെൺകുട്ടിയുടെ പിതാവ് ഇദ്ദേഹത്തിന് ഞങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്, പൊക്കോട്ടെ എന്ന് പറഞ്ഞ പരാതി പിൻവലിച്ചപ്പോഴാണ് പോകാൻ പറ്റിയിട്ടുള്ളത്. അത് ഒരൊറ്റ ഫോൺ കോളിലൂടെ മാത്രം ലോ എൻഫോഴ്സ്മെന്റ് നടക്കുന്നു നാട്ടിൽ. നേരത്തെ വായത് സൂചിപ്പിച്ച പോലെ നാട്ടിൽ ലോ എൻഫോഴ്സ്മെന്റ് നടക്കാത്തതിന് അതുകൊണ്ട് തന്നെ എന്താ, ഈ ഒരു സംഭവം വളരെ അപൂർവമായിട്ട് മാത്രമേ
അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ പലപ്പോഴും നാട്ടിൽ ആളുകൾ അമേരിക്കയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരുന്ന ഫ്ലൈറ്റിൽ ആളുകൾ നടന്ന് മൂത്രയിക്കുന്ന കഥകൾ വരെ നമ്മൾ കേൾക്കാറുണ്ട്. അതെ. ഇതെനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടുകൂടിയാണ്. ഞാനൊരു കാര്യം കൂടി, ഇപ്പൊ നമ്മള് അവിടെ ഈ സോഷ്യൽ മീഡിയ ബിസിനസ്സിനെ ദുബായ് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പം കണ്ടന്റ് ഒക്കെ ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. അങ്ങനെ കണ്ടന്റ് ഇടുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോളിസീസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ, അതായത് ഇവിടുത്തെ ഭരണാധികാരി ഇപ്പൊ UAE വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ദുബായ് റൂളറുമാണ് ഷെയ്ഖ് മുഹമ്മദ്. അദ്ദേഹം തന്നെ ട്വിറ്ററിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ടിക്ടോക്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ടിക്ടോക്ക് നമ്മൾ വിചാരിക്കും കുട്ടികളിയാണെന്നുള്ളത്. ഇവിടുത്തെ റൂളേഴ്സും അതുപോലെ ഇവിടുത്തെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും AI-യിലേക്കും ടെക്നോളജി ജനറേറ്റഡ്. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ, പോലീസുകാരെ കാണില്ല, മുന്നിൽ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ, അതിലേ സംസാരിക്കാറുള്ളൂ. അതുപോലെ പുറത്ത് ഇപ്പോ ഇലക്ട്രിസിറ്റിയോ വാട്ടറിനോ കൊടുക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു റോബോട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ടെക്നോളജിയിലേക്ക് മാറുകയും ആളുകൾ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് പ്രൊവൈഡേഴ്സിന് ഇപ്പൊ ലൈസൻസ്, ഒരു ചെറിയൊരു 300-500 ദിർഹം കൊടുക്കുകയാണെങ്കിൽ ഒരു ലൈസൻസ് എടുക്കും. ആ ലൈസൻസ് എടുത്തുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു TV ചാനൽ പോലെ തന്നെ വേണമെങ്കിൽ തുടങ്ങുന്നതിന് പോലും വിരോധമില്ല. അത് അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ മാന്യതയുടെ അതിർവരമ്പ്. എനിക്ക് ഈ ന്യൂസ് 18 ധന്യയുടെ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. ധന്യ പറയുന്നത് ശരിയല്ല, എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാം. പക്ഷെ ധന്യ മോശക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ധന്യയുടെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ കയറുമ്പോൾ അവിടെയാണ് ആ റെഡ് ലൈൻ വരുന്നത്. അതെ, ഞാൻ സമയം ഇല്ല, കുറച്ച് ചെറിയൊരു വാക്കിൽ ഒന്ന് പറയാമോ വാഹിദ്? എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് അറിയാതെ വരുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ എത്രത്തോളം ശ്രദ്ധിക്കണം? എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ? നിങ്ങൾ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തേക്കല്ല, വേറൊരു രാജ്യത്തേക്കാണ് എത്തുന്നത്. അവിടെ കൃത്യമായ നിയമനിബന്ധനകളുണ്ട്. നമ്മൾ അവിടെ ക്യാമറ വയ്ക്കുമ്പോൾ സമരം ചെയ്യുകയും അതിനുള്ളിൽ ഇല്ലാത്ത കഥകൾ പറയുകയും ഒക്കെ ചെയ്ത് കളയുന്ന ആ തമാശക്കളിയല്ല ഈ രാജ്യം. ഇവിടെ ഒരു നിയമം എന്നാൽ അത് പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ ഫസൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മീഡിയ ഫ്രീ സോണിൽ പോയിട്ട് ഒരു ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, പരസ്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവരുടെ കണ്ടന്റ് ഉണ്ടാക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതിനൊക്കെ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്, പ്രോട്ടോകോൾസ്. അപ്പൊ അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇവിടെ തന്നെ നമ്മുടെ എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഇവിടുത്തെ തൊഴിലാളികൾക്ക് നിങ്ങളുടെ തൊഴിലവകാശങ്ങളെ കുറിച്ചുള്ള സാധാരണ തൊഴിലാളികൾക്ക്, ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് വിസ അടിക്കണമെങ്കിൽ നിങ്ങളുടെ തൊഴിലവകാശത്തെ കുറിച്ച് പഠിച്ചാലേ നിങ്ങൾ വിസ അടിച്ചു കിട്ടുള്ളൂ. അത്തരത്തിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു രാജ്യമാണ്. അത്തരം ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ആ രാജ്യത്തെ നിയമം അത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും തന്നെ വലിയ മാറ്റം വരുത്തും. കാരണം നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോയാലും നല്ലൊരു മനുഷ്യനാണെന്ന് പറയിപ്പിക്കും. അത്തരത്തിലുള്ള ആളുകളാകാൻ കഴിയുന്നവർ തന്നെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അത്തരത്തിലൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ നന്ദി വാഹിദ് നാട്ടിക, RJ ഫസലു ഞങ്ങളോടൊപ്പം ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു. പ്രവാസി ശബ്ദത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.